ആരോപണ വിധേയരെല്ലാം എതിർക്കുന്നവരെ ഇല്ലാതാക്കാൻ ഒരു മടിയുമില്ലാത്തവരാണ്, അത്ര ഉന്നതരാണ് എന്ന് നേരത്തെ തന്നെ ഈ ശുചീകരണ തൊഴിലാളി അന്വേഷണ ഉദ്യോഗസ്ഥരോട് പറഞ്ഞിരുന്നു. അദ്ദേഹത്തിന്റെ ഈ ശുചീകരണ തൊഴിലാളിയുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് ഉള്ള സമയത്ത് തനിക്ക് അവരിൽ നിന്ന് സംരക്ഷണം വേണം, തന്റെ ജീവന് ആപത്തുണ്ട് എന്നൊക്കെ അദ്ദേഹം പറഞ്ഞത് നമുക്ക് മനസ്സിലായതാണ്. അപ്പോൾ തന്നെ വളരെ വ്യക്തമാണ്, വലിയ ഉന്നതരാണ് ഈ ആരോപണ വിധേയർ, എന്തും ചെയ്യാൻ മടിയില്ലാത്തവരാണ്. കാരണം അതുകൊണ്ടായിരിക്കുമല്ലോ ഇത്രമാത്രം ഒരു അത്ര ക്രൂര കൊലപാതകങ്ങൾ നടത്തിയത്. അപ്പോൾ ഈ രഹസ്യങ്ങൾ ചുരുളഴിയുമ്പോൾ ആരൊക്കെ പെടുമെന്ന കാര്യത്തിൽ വലിയ ആകാംക്ഷയുണ്ട്. തീർച്ചയായും അവരെല്ലാം നിയമത്തിന് മുന്നിൽ വരണം ഭവ്യ. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു ദൗത്യം, ഇത്തരത്തിലുള്ള ഒരു വാർത്ത സധൈര്യം ഏറ്റെടുത്ത് ന്യൂസ് 18 മുന്നോട്ട് പോകുന്നത്. ഒരു പോലീസ് സ്റ്റേഷൻ മൊത്തം വിലക്കെടുക്കാൻ കഴിയുന്നവർ, ഒരു ഭരണകൂടങ്ങളെ, അതായത് ഈ ഭാഗത്തുള്ള ബൽത്തങ്ങാടി താലൂക്കിലുള്ള മുഴുവൻ ഉദ്യോഗസ്ഥരെ വിലക്കെടുക്കാൻ കഴിയുന്ന അതാരാണ്? അവർ പുറത്തു വരണം. അത് പോലീസ് തന്നെ അതിന് ഉത്തരം നൽകട്ടെ. എന്തായാലും ഇത്തരം ആളുകളുടെ എസ്റ്റേറ്റുകളിലൊക്കെ ഇത്തരത്തിൽ മൃതദേഹങ്ങൾ കുഴിച്ചിട്ടിട്ടുണ്ട്. അതും ശുചീകരണ തൊഴിലാളിക്കറിയാം. നേരത്തെ ഒന്നും വെളിപ്പെടുത്താത്ത ഒരു കാര്യമാണ്. അത് SITക്ക് മുന്നിൽ അദ്ദേഹം വെളിപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഞെട്ടിപ്പിക്കുന്ന വസ്തുതകൾ ഇന്ന് തന്നെ ഒരുപക്ഷെ പുറത്തു വന്നേക്കാം. അത് ഏതായാലും 10 മണിയോടുകൂടി ഈ സംഘം ഇവിടെ എത്തും. അതിനുശേഷം നടക്കുന്ന പരിശോധന വളരെ പ്രധാനമാണ്. ഇതിപ്പോൾ വനത്തിനകത്തും അതുപോലെ തന്നെ നേത്രാവതി പുഴയോരത്തുമൊക്കെയാണ് ഇത്തരത്തിൽ മൃതദേഹം അടയാളപ്പെടുത്തിയിരുന്നെങ്കിൽ ഇനി അങ്ങനെയല്ല. വരും സമയങ്ങളിൽ അത് എസ്റ്റേറ്റുകളിലേക്കും കൂടി എത്തുന്നു എന്നതാണ്. അങ്ങനെയാണെങ്കിൽ ഇതിൽ പ്രതികളിലേക്ക് എത്താൻ ഇനി വലിയ താമസമുണ്ടാകില്ല. എത്ര ഉന്നതരായാലും പ്രതികൾക്ക് കയ്യാമം വെക്കും. അതുപോലെ തന്നെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരും. അവർക്ക് ശിക്ഷ, പരമാവധി ശിക്ഷ ലഭിക്കുന്ന രീതിയിൽ പോകും എന്ന് തന്നെയാണ് ഈ ആക്ഷൻ കമ്മിറ്റി വിശ്വസിക്കുന്നത്. അതിൽ നേരത്തെ പറഞ്ഞതുപോലെ അനന്യ ഭട്ടിന്റെ അമ്മ സുജാത ഭട്ട് ഇവിടെ ഉണ്ട്. അവർ തങ്ങളുടെ മകളുടെ അവസാന കർമ്മം ചെയ്യാൻ ഒരു അസ്ഥിയെങ്കിലും തരൂ എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ റിപ്പോർട്ട് ചെയ്തതാണ്. അവരുടെ കണ്ണുനീർ, അവരുടെ പരാതിയിൽ ഇപ്പോൾ 23 വർഷത്തിന് ശേഷമാണ് കേസെടുത്തിരിക്കുന്നതെന്നാണ് അതിലേറ്റവും പ്രധാനം. ഏതായാലും അവരുടെ DNA പരിശോധന ഇവിടെ നിന്ന് ലഭിക്കുന്ന ഇപ്പോൾ 13 മൃതദേഹങ്ങളാണ് പുറത്തെടുക്കുന്നതെങ്കിൽ, ഈ സ്ഥലത്ത് നിന്ന് കിട്ടുന്നതെങ്കിൽ ആ മൃതദേഹങ്ങളുമായി DNA മാച്ച് ചെയ്യുന്നുണ്ടോ നോക്കും. അങ്ങനെയാണെങ്കിൽ 23 വർഷത്തിന് ശേഷം തന്നെ ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കണ്ടെത്തുമോ നിർണായക തെളിവുകൾ എന്നുള്ള ചോദ്യമാണ് ഇന്നത്തെ ദിവസം നമ്മൾ ഉന്നയിക്കുന്നത്. ബൈജു തുടരുന്നുണ്ട്. ബൈജു, നിർണായക തെളിവുകൾ കണ്ടെത്തുമോ എന്ന് മാത്രമാണ് നമുക്കിന്ന് അറിയേണ്ടത്. അതോടൊപ്പം തന്നെ SITയുടെ ഇന്നത്തെ അന്വേഷണം, മൃതദേഹങ്ങൾ കുറിച്ചുള്ള പരിശോധന, അത് എത്ര സമയം വരെ നീളും എന്ന കാര്യത്തിൽ ഇന്നലെ തന്നെ നമുക്കറിയാം മണിക്കൂറുകൾ നീണ്ട തിരച്ചിലായിരുന്നു. ഇന്ന് അതേപോലെ എത്രമാത്രം സമയം അത് നീളും എന്ന കാര്യത്തിൽ എന്തെങ്കിലും വിവരം ലഭിക്കുന്നുണ്ടോ? അതോടൊപ്പം തന്നെ എത്ര വേഗത്തിൽ അന്വേഷണ സംഘം അവിടേക്ക് എത്തും? ഭവ്യ, ഇന്നലെ ഉച്ചവരെ ഇയാളുടെ ചില മൊഴിയെടുക്കലൊക്കെ ആയിരുന്നു. അതിനുശേഷമാണ് തെളിവെടുപ്പിലെത്തിയത്. 12 മണിയായിരുന്നു ഇന്നലെ എത്തുമ്പോൾ. പിന്നീട് ഉച്ചഭക്ഷണത്തിന് 2 മണിക്കൂർ വിശ്രമം ഉണ്ടായിരുന്നു. അതിനുശേഷം 7 മണിവരെ ഇന്നലെ നല്ല ശക്തമായ മഴയാണ് ഇവിടെ. ഇപ്പോൾ തന്നെ നമുക്ക് കാണാം കാലാവസ്ഥ കുറച്ചൊന്ന് ശമിച്ചെങ്കിലും കഴിഞ്ഞ നേരത്തെ സമയങ്ങളിലൊക്കെ നല്ല മഴയായിരുന്നു ഇവിടെ. വൈകിട്ട് 7 മണി വരെ ആയാലും ഒരു പക്ഷേ രാത്രി പോലും ഇത്തരത്തിൽ പരിശോധന നടത്താൻ തയ്യാറാണെന്ന് ഉദ്യോഗസ്ഥർ പറയുന്നത്. വളരെ പെട്ടെന്ന് ഇതിന്റെ കാര്യങ്ങൾ പുറത്തു കൊണ്ടുവരണം. അത്തരമൊരു നീക്കമാണ് SITയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. എന്തായാലും അഭിഭാഷകർക്കൊപ്പമാണ് ഈ ശുചീകരണ തൊഴിലാളി ഇവിടെ എത്തുന്നത്. വലിയ പോലീസ് സുരക്ഷയുണ്ട്. നമുക്ക് കാണാം, നേരത്തെ നമ്മൾ ദൃശ്യങ്ങൾ കാണിച്ച പോലെ ഇവിടെ പോലീസ് 24 മണിക്കൂറും പോലീസ് സുരക്ഷയുണ്ട്. തെളിവുകൾ നശിപ്പിക്കാതിരിക്കാനാണത്. അതോടൊപ്പം ഈ സാക്ഷിക്ക് വലിയ തോതിലുള്ള ജീവന് ഭീഷണിയുണ്ട്. സാക്ഷിയെ അതുകൊണ്ട് തന്നെ സുരക്ഷാ സംവിധാനം സാക്ഷിക്കും ഒരുക്കിയിട്ടുണ്ട്. അത്തരത്തിൽ അല്പസമയത്തിനകം തന്നെ ഒരു 10 മണിയോടുകൂടി തന്നെ ഇവിടെ സംഘം എത്തിയപ്പോൾ ഈ 13 മാർക്ക് ചെയ്ത സ്ഥലം കുഴിച്ച് പരിശോധിക്കുകയാണോ, അതല്ല 14 മുതൽ അങ്ങോട്ട് 100 മൃതദേഹങ്ങളാണ് ഇവിടെ ഉള്ളത്, അത്തരം മൃതദേഹങ്ങളിലെ മാർക്ക് ചെയ്യുന്ന നടപടിയാണോ എടുക്കുന്നത് നമുക്ക് അല്പസമയത്തിനകം അറിയാം. എന്തായാലും വലിയ നിർണായക നിമിഷങ്ങളാണ്. വലിയ ആകാംക്ഷയോടെയാണ് ഇവിടെ നിൽക്കുന്നത്. രാജ്യം കണ്ട ഏറ്റവും വലിയ ഒരു കൊലപാതകമായി ഇത് മാറും എന്ന കാര്യത്തിൽ സംശയമില്ല. ഏതായാലും നേത്രാവതി പുഴയോരത്ത് ഒരുപാട് ആളുകൾ, അതായത് ഉത്തരേന്ത്യയിൽ നിന്ന് ഉൾപ്പെടെ ഒരുപാട് ആളുകൾ എത്തുന്ന ഒരു സ്ഥലമാണ്. ഇനി രാജ്യത്തിന്റെ ഏതെല്ലാം ഭാഗത്ത് ഇത്തരത്തിൽ പെൺകുട്ടികളെ തിരോധാനം ഉണ്ടായിട്ടുണ്ട്, ഇനി ഇവിടെ എത്ര പേർ ഇത്തരത്തിൽ മരണപ്പെട്ടു, അതൊക്കെ അറിയേണ്ടതുണ്ട്. ഏതായാലും കൂടുതൽ നിർണായകമായ പുറത്തു വരാത്ത ഒരുപാട് കാര്യങ്ങൾ ഈ ശുചീകരണ തൊഴിലാളി ഇവരോട് അന്വേഷണ സംഘത്തിന് SITക്ക് മുന്നിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട്. DGPയുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിലാണ് ഈ അന്വേഷണം എന്നതും പ്രത്യേകതയാണ്. DGP ഈ 2 ദിവസത്തിനകം തന്നെ ഇവിടെ എത്തുമെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. എന്തായാലും ഇനി വരും മണിക്കൂറുകൾ
ധർമ്മസ്ഥലയെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ്. കഴിഞ്ഞ കുറേ നാളുകളായി നമ്മൾ കൊണ്ടുവന്ന ഓരോ വാർത്തകളും ആ കുടുംബങ്ങളുടെ എല്ലാം കണ്ണീരൊപ്പാൻ അവർക്ക് ആശ്വാസം ലഭിക്കാനുള്ള നടപടികൾ ഉണ്ടാകുന്ന ഭവ്യ, പോലീസ് വാഹനം ഇപ്പോൾ ഇങ്ങോട്ടേക്ക് വരുന്ന ഒരു ദൃശ്യമാണ് ഇപ്പോൾ കാണുന്നത്. ഒരു പക്ഷേ ശുചീകരണ തൊഴിലാളിയും കൊണ്ട് ഇപ്പോൾ തെളിവെടുപ്പ് ആരംഭിക്കുന്നതിന് മുന്നോടിയായി വരുന്ന വാഹനമാണ്. വാഹനങ്ങൾ വരുന്നുണ്ട്. ഭവ്യ, അല്പസമയത്തിനകം തന്നെ ഇതിന്റെ മറ്റ് നടപടിക്രമങ്ങൾ തുടങ്ങുമെന്നാണ് നമുക്ക് ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത്. ഇത് ഇന്നലെ ഇവിടെ ഉണ്ടായിരുന്ന ഇവർക്ക് സുരക്ഷ ഒരുക്കുന്ന പോലീസ് വാഹനമാണ്. ആ വാഹനമാണ് ഇപ്പോൾ ദൃശ്യങ്ങളിൽ തത്സമയം നമ്മൾ കാണുന്നത്. അതിന് പിറകിലായി ഒരു കാർ വരുന്നുണ്ട്. കാറിലാണ് ഈ ശുചീകരണ തൊഴിലാളിയെ ഇത്തരത്തിൽ എവിടെ എത്തിക്കുന്ന സാഹചര്യം ഉണ്ട്. ഇവരുടെ പ്രവർത്തികൾ തുടങ്ങുന്നതെന്ന് വേണം ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ. നമുക്ക് കാണാം, ഒരു വാഹനം വരുന്നത് കാണാം. ഈ കാറിലാണ് ഈ ശുചീകരണ തൊഴിലാളി, ഈ കേസിലെ ഏക സാക്ഷി, ഇത്രയും ഞെട്ടിപ്പിക്കുന്ന വസ്തുതകൾ പുറത്ത് പറഞ്ഞ സാക്ഷി ഉള്ളത്. ഏതായാലും നിരവധി വാഹനങ്ങൾ വരുന്നുണ്ട്. പോലീസ് ഇതിന് മുന്നോടിയായി ഇവിടെ എത്തിയതാണ്. ഇവിടെ ഇതേ 13-ാം നമ്പറിലാണ് ഈ പോലീസ് വാഹനം ഇപ്പോൾ നിർത്തിയിട്ടിരിക്കുന്നത്. ഒരു പക്ഷേ നമുക്ക് അറിയേണ്ടതിന് ഈ 13-ാം ഇടം ഇത് കുഴിച്ചിപ്പോൾ ഇന്ന് തന്നെ പരിശോധന നടത്തുമോ? ദൃശ്യങ്ങളിൽ കാണാം ആ മാർക്ക് ചെയ്തതും അതിന് ചുറ്റും റിബൺ കെട്ടിയതും. ഇതൊന്നും ധർമ്മസ്ഥല പോലീസിന് ബാധകമല്ല. കഴിഞ്ഞ ദിവസം കോടതി നിർദ്ദേശിച്ചതാണ് ഈ സ്ഥലം കൃത്യമായി ശുചീകരണ തൊഴിലാളിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ വിശദമായി പരിശോധന നടത്തി ഇത്തരത്തിൽ സ്ഥലം അടയാളപ്പെടുത്തി അവിടെ മൃതദേഹങ്ങൾ ഉണ്ടോ എന്ന് പരിശോധിക്കാൻ ധർമ്മസ്ഥല പോലീസിന് നിർദ്ദേശം നൽകിയതാണ്. എന്നാൽ ഒരു മാസം കഴിഞ്ഞിട്ടും ഇവർക്ക് ഈ കാര്യത്തിൽ ഒരു ഗൗരവം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇതിപ്പോൾ SIT അതിന് ചുറ്റും കെട്ടിയ ഇതൊക്കെ കാണാം. അത്തരത്തിൽ വളരെ കൃത്യമായ രീതിയിൽ വളരെ ഗൗരവത്തോടു കൂടിയാണ് ഈ അന്വേഷണം ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. ഇന്ന് ഇവിടെ കുഴിച്ച് പരിശോധിക്കുകയാണെങ്കിൽ അത് നിർണായകമായിരിക്കും. എത്ര മൃതദേഹങ്ങൾ ഈ ഭൂമിക്കടിയിലുണ്ട്, അത്തരം രഹസ്യങ്ങൾ എന്താണ്, ആരാണ് ഈ കൊല്ലപ്പെട്ടത്, ആരാണ് ഇത് കൊല ചെയ്തത്, ഇത്തരം കാര്യങ്ങളൊക്കെ പുറത്തു വരേണ്ടത് ഉണ്ട്. വരും ദിവസങ്ങളിൽ അതൊക്കെ പുറത്തു വരും. പക്ഷെ അതിലും അപ്പുറം ഏറ്റവും വലുത് ഈ ശുചീകരണത്തോടെ വെളിപ്പെടുത്തലനുസരിച്ച് എത്ര മൃതദേഹങ്ങൾ ഇങ്ങനെ ലഭിക്കുന്നു എന്നത് തന്നെയാണ്. എന്തായാലും അത് അല്പസമയത്തിനകം തന്നെ പ്രേക്ഷകർക്ക് തത്സമയം നമുക്ക് ഇവിടെ നിന്നും നൽകാനാവും. ദൃശ്യങ്ങൾ ഉൾപ്പെടെ നമുക്ക് നൽകാനാവും. നമുക്കിവിടെ വീഡിയോ പെർമിഷൻ നമുക്കുണ്ട്. ഇത് അഥവാ ഇന്ന് തന്നെ ഇത്തരത്തിൽ കുഴിച്ചെടുക്കുന്ന നടപടിയിൽ കടക്കുകയാണെങ്കിൽ അത് തത്സമയം തന്നെ നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ സാധിക്കും. പോലീസ് സംഘം മുന്നോടിയായുള്ള സുരക്ഷ ഒരുക്കുന്നതിന്റെ ഭാഗമായുള്ള പോലീസ് സംഘമാണ് ഇപ്പോൾ എത്തിയത്. അല്പസമയത്തിനകം തന്നെ ശുചീകരണ തൊഴിലാളിയും ഇവിടെ എത്തും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തീർച്ചയായും ധർമ്മസ്ഥലയിലെ കൂട്ടക്കൊലപാതകം പ്രേക്ഷകരിലേക്ക് എത്തിച്ചത് ന്യൂസ് 18 ആണ്. ആധികാരികമായി ആ വാർത്തയുമായി ബന്ധപ്പെട്ട അപ്ഡേഷനുകൾ കൃത്യമായി ഞങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഇനിയും തുടരും. വരും മണിക്കൂറിൽ ഏറെ നിർണായകമാണ് ഇനിയുള്ള മണിക്കൂറുകൾ. ധർമ്മസ്ഥലയിൽ ശുചീകരണ തൊഴിലാളി കാണിച്ചു കൊടുത്ത ഇടങ്ങളിൽ ഇപ്പോൾ നിലവിൽ 13 ഇടങ്ങളിലാണ് മാർക്ക് ചെയ്തത്. ആ ഇടങ്ങളിൽ ഇന്ന് കുഴിച്ചുള്ള പരിശോധന ഉണ്ടാകും. അപ്പോൾ മനസ്സിലാകും എന്തൊക്കെയാണ്. രാജ്യം മുഴുവൻ ആ ധർമ്മസ്ഥലയിലേക്ക് ഉറ്റുനോക്കുകയാണ്. എന്തൊക്കെയാണ് ആ മണ്ണിനടിയിൽ പുതഞ്ഞിരിക്കുന്നത്, എത്ര മൃതദേഹങ്ങളുണ്ട്. വലിയ കൊലപാതകത്തിന്റെ ചുരുളഴിയാൻ ഇനി മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. നമ്മൾ തുടക്കം മുതൽ കേട്ടതാണ്. വലിയ വെല്ലുവിളികൾ നിറഞ്ഞിരുന്നു ഈ കേസുമായി ബന്ധപ്പെട്ട്. ഇപ്പോൾ ആ വെല്ലുവിളിയൊക്കെ അവസാനിക്കുന്നു, അല്ലെങ്കിൽ അതിന്റെ നിർണായക ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ശുചീകരണ തൊഴിലാളിയുമായി ഉടൻ തന്നെ അല്പസമയത്തിനകം SIT സംഘം അങ്ങോട്ടേക്ക് എത്തും. നേരത്തെ KV ബൈജു സൂചിപ്പിച്ചതുപോലെ തന്നെ ബൈജുവിനടക്കം ഞങ്ങൾ ന്യൂസ് 18 അടക്കം വലിയ ഭീഷണി ഉണ്ടായിരുന്നു. ആ ഭാഗത്തേക്ക് വന്നു പോകരുത്, സ്നാനഘട്ടത്തിന്റെ ഭാഗത്തേക്ക്, നേത്രാവതി പുഴയുടെ ഭാഗത്തേക്ക് എത്തരുത് എന്നുള്ള വലിയ ഭീഷണി ഉണ്ടായിരുന്നു. പക്ഷേ ആ ഭീഷണി പോലും വകവയ്ക്കാതെയാണ് ന്യൂസ് 18 സംഘം, KV ബൈജു അടക്കം ഞങ്ങളുടെ റിപ്പോർട്ടർ പ്രതിനിധി സംഘം അവിടേക്ക് എത്തിയതും 1 മണിക്കൂറിലധികം നീണ്ട ലൈവ് പ്രേക്ഷകരെ കാണിച്ചതും ആ ഭീഷണി പോലും വകവയ്ക്കാതെയാണ്. ഇതിന്റെ ഒക്കെ ഭാഗമായാണ് ഇപ്പോൾ ഇതാ ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ചുകൊണ്ട് വലിയ SIT സംഘം അന്വേഷണത്തിന് എത്തുന്നത്. ആക്ഷൻ കൗൺസിലിന്റെ ആവശ്യപ്രകാരം SIT എത്തുന്നു. ഇപ്പോൾ വളരെ വേഗത്തിൽ SITയുടെ അന്വേഷണം പുരോഗമിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ.